ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ 2-4 വണ്ടികൾ കണ്ടിട്ടുണ്ട്. ഇത് 2015 മോഡല് ടാറ്റേൻ്റെ എയ്സ് സ്വിഫ്റ്റാണ്. എയ്സ് സ്വിഫ്റ്റ് 2015 മോഡൽ. വണ്ടിയുടെ ഉൾഭാഗമാണ്. വലിയ പാച്ചറും കാര്യങ്ങളൊന്നുമില്ല. എയ്സിൻ്റെ ഗുഡ്സ് വെച്ചിട്ട് കുറേ ആൾക്കാർ വിളിച്ചിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെട്ട്. ഇത് വണ്ടിയുടെ സൈഡ് ഭാഗം പറയുകയാണെങ്കിൽ ഗ്രില്ലിൻ്റെ വർക്കൊക്കെ നല്ല സ്ക്വയർ പൈപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. അഥവാ പൊതുവെ ചില വാഹനങ്ങൾക്ക് റൗണ്ട് പൈപ്പാണ് ചെയ്യാറുള്ളത്. ഇത് സ്ക്വയർ പൈപ്പിൽ അത്യാവശ്യം നല്ല കട്ടിങ് കനത്തിലൊക്കെ ലോഡ് വെച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് പണി ഏൽപ്പിച്ചത്. വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്നതാണ് ഷീറ്റ് ഭാഗം, ഗ്രില്ല് ഭാഗമൊക്കെ ഓൾറെഡി പണിയേൽപ്പിച്ച വണ്ടിയാണ്. അതുപോലെ ടയർ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 55% ടയർ ഭാഗങ്ങളുണ്ട് പിറകുവശത്ത്. ഇതൊരു 30% ഉള്ളൂ ടയർ ഭാഗങ്ങൾ. ഓപ്പോസിറ്റ് സൈഡിലെ ടയർ നോക്കുകയാണെങ്കിൽ തന്നെ ഇതും ഏതാണ്ട് ഒരു 55% ഉണ്ട്. ഇതും 55% ഉണ്ട്. നിലവിൽ ഒരു ടയർ മാത്രമേ ഉള്ളൂ കമ്മിയുള്ളത്. ഡ്രൈവർ ഇരിക്കുന്ന ഭാഗമാണിത്. പശുവും കാര്യങ്ങളൊന്നും പറയാത്ത രീതിയിൽ എവിടെയില്ല. അതുപോലെ തന്നെ കൊട്ടയുടെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ വലിയ വിഷയങ്ങളൊന്നുമില്ല. 2015 മോഡലിൻ്റെ ഫിറ്റ്നസ് വരുന്നത്, ഫിറ്റ്നസ്, ഇൻഷുറൻസ്, ടാക്സ് ഇവയെല്ലാം പുതിയതാണ്. വാങ്ങുന്ന ആളുകൾക്ക് പുതിയ പേപ്പറോടുകൂടിയാണ് വാഹനം വിൽപ്പനയ്ക്ക് 1,60,000 രൂപയാണ് വാഹനം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 2015 മോഡൽ തന്നെ ടാറ്റയുടെ വെള്ളിമൂങ്ങ. നേരത്തെ കണ്ട മോഡൽ ടാറ്റയുടെ എയ്സ് സിപ്പായിരുന്നു. ഇത് ടാറ്റയുടെ ഐറിസ് ആണ്. വെള്ളിമൂങ്ങ എന്നൊക്കെ പേരിൽ ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന വണ്ടിയാണിത്. 2015 മോഡൽ BS4 ആണ്. സെൻസറല്ലാത്ത വണ്ടിയാണിത്. സെൻസറല്ലാത്ത വണ്ടികൾക്ക് ഒരുപാട് ആളുകൾ വിൽക്കാറുണ്ട്. സെക്കൻഡ് ആൻഡ് തേർഡ് ഓണറായിട്ട് വരുന്നത്. 1,45,000 രൂപ, അല്ല 1,45,000 കിലോമീറ്ററാണ് വണ്ടി നിലവിൽ ഓടിയത്. വണ്ടിയുടെ താഴ്ഭാഗമാണത്. വലിയ പാച്ചറും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കമ്പനി പ്ലാറ്റ്ഫോമാണ്. ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ തോതിലുള്ള ചെറിയൊരു പാച്ച് വർക്കൊക്കെ ഉണ്ട്. 2015 മോഡലാണ്. അവിടെ തന്നെ ടയർ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാ ടയർ ഭാഗങ്ങളും ഒക്കെയാണ്. ഫുള്ള് പുതിയ ടയറാണ്. റീസോളിംഗ് അല്ല വരുന്നത്, പുതിയ ടയറാണ്. അതുപോലെ തന്നെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു പാച്ച് വർക്കും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. 2015 മോഡല് ടാറ്റയുടെ വെള്ളിമൂങ്ങ. 2,20,000 രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില. ഒരു ടയറാണത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടയർ ഭാഗങ്ങൾ എല്ലാ ടയറും പക്കയാണ്. അതുപോലെ തന്നെ ആൽഫയുടെ പ്ലസ് 2018 മോഡൽ മഹീന്ദ്ര ആൽഫ പ്ലസ് ഗുഡ്സ്. ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 40-45% ടയർ ഭാഗങ്ങളുണ്ട്. ഇത് മീൻ കച്ചവടം ആവശ്യക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. ഇതിനു മുമ്പ് മീൻ കച്ചവടം ചെയ്യാൻ പറ്റിയ സ്റ്റീൽ ഗുഡ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. വണ്ടിയുടെ കൊട്ടയുടെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളും സ്റ്റീലാണ് വരുന്നത്. അതുപോലെ തന്നെ അത് ഫുള്ള് സ്റ്റീലാണ് വണ്ടി വരുന്നത് നിലവിൽ. വണ്ടിയുടെ കൊട്ടയുടെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു വിഷയങ്ങളും കാര്യമൊന്നുമില്ല. മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് 2018 മോഡലിൻ്റെ പേപ്പർ ഭാഗങ്ങൾ വരുന്നത്. ഫിറ്റ്നസ്, ഇൻഷുറൻസ് വരുന്നത്. ഇൻഷുറൻസ് ഒക്ടോബറിലാണ്, 2024 ഒക്ടോബറിലാണ്. അതുപോലെ തന്നെ ഫിറ്റ്നസ്സും വരുന്നത് 2024 നവംബറിലാണ്. ടാക്സ് പുതിയതാണ്. 2,20,000 രൂപയാണ് വാഹനത്തിൽ. 2,15,000 രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്നത്. 2018 മഹീന്ദ്ര ആൽഫ പ്ലസ് സ്റ്റീൽ ഗുഡ്സ് BS4 എഞ്ചിൻ വരുന്നതാണ്. അതുപോലെ തന്നെ ജീറ്റയുടെ പ്ലസ് 2021 മോഡൽ 55,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. ജീറ്റ പ്ലസ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷീറ്റ് വേലി വർക്കുകളൊക്കെ കഴിഞ്ഞതാണ്. ഷീറ്റും ഗ്രേലിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാണ്. ടയർ ഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഫുള്ള് തന്നെയാണ് ടയർ ഭാഗങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ മോഡൽ കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ പാച്ചറും കാര്യങ്ങളൊന്നും നിലവിൽ ഏതായാലും ഉണ്ടാവില്ല. അതിനോടൊന്നും ടെൻഷൻ അടിക്കേണ്ട. വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്.
ഇത് നേരത്തെ ടാറ്റയുടെ എസ് സിപ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ സ്ക്വയർ പൈപ്പിൽ നല്ല കട്ടിയും കനത്തിലുള്ള പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഗ്രില്ല് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അതുപോലെ തന്നെ നേരത്തെ കണ്ട ആൽഫ പ്ലസ് ഗുഡ്സിൻ്റെ തന്നെയാണ് ഇതിന് ഓപ്പൺ ഭാഗം. ഇത് പിന്നെ ടിപ്പർ ബോഡിയാണത്. അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങൾ വണ്ടി വെച്ചിട്ട് ഈ കൊട്ട ബന്ധിക്കുക ചെയ്യാം. ടിപ്പർ ബോഡി അത് മീൻ കച്ചവട ആവശ്യക്കാർക്ക് തുരുമ്പ് വരാതെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. 2021 ആവും. അതുപോലെ തന്നെ 2016 മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് ഉണ്ട്. ഫിറ്റ്നസ്, ഇൻഷുറൻസ്, ടാക്സ് ഇവയെല്ലാം പുതിയത് എടുത്തു തരും. നിലവിൽ പേപ്പർ ബാങ്കുകളൊക്കെ പെൻഡിങ് ആണ്. വാങ്ങുന്ന ആളുകൾക്ക് പുതിയ പേപ്പറോടാണ് വാഹനം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. 2016 മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ്. വില 1,60,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന ഈ വില. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഷീറ്റ് വർക്ക്, ഗ്രിൽ വർക്കൊക്കെ ഉള്ള വണ്ടിയാണ്. ഷീറ്റ് വർക്കൊക്കെ പുതിയതാണ്. അതുപോലെ തന്നെ BS4 എഞ്ചിൻ വരുന്നതാണ്. അതേപോലെ 2022, 2020 മോഡൽ ആപ്പെ ആൽഫ പ്ലസ് ഗുഡ്സുകളുണ്ട്. 1,30,000 രൂപ, 1,45,000 രൂപ എന്നിങ്ങനെ നിരക്കിൽ. അങ്ങനെ തുടങ്ങിയ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാൻ 2018 മോഡൽ. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതുപോലെ തന്നെ 2017 മോഡൽ മഹീന്ദ്രയുടെ ജീറ്റോ സീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഏതായാലും വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോക്കായി ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. വാഹനമുള്ളത് മലപ്പുറം കൊണ്ടോട്ടി മൊറയൂർ എന്ന സ്ഥലത്താണ്. താല്പര്യമുള്ള ആൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ്.